ഹലോ ഗൈസ്, മാരുതി എന്തുകൊണ്ട് EV പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നതിന് ഒറ്റ ഉത്തരമാണ് നിങ്ങൾ ഈ കാണുന്ന ഈ വിറ്റാര. 543 കിലോമീറ്റർ ആണ് മാരുതി ഇതിന് ക്ലെയിം ചെയ്യുന്ന റേഞ്ച്. മാരുതിയുടെ എല്ലാ വണ്ടികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ബോക്സി ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മുന്നിലുള്ള ബമ്പർ പോലെ തന്നെ പിന്നിലുള്ള ബമ്പറും കുറച്ച് അഗ്രസീവ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ടെയിൽ ലാമ്പ് ഫ്രോങ്സിലുള്ളതുപോലെ തന്നെ ഫുള്ളി കണക്റ്റഡ് അല്ലെങ്കിലും ഒരു വ്യത്യസ്തമാർന്ന ഭംഗി നൽകുന്നുണ്ട്. ഈ വിറ്റാരയുടെ ടയർ സൈസ് 18 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലോട്ട് വരുമ്പോൾ വേറൊരു വണ്ടിയുമായി കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഉഗ്രൻ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എപ്പോഴും കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു മാരുതിയുടെ പുതിയ ഡിസൈൻ പാറ്റേൺ ആണ് ഈ വാഹനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്റീരിയറിലോട്ട് വരുമ്പോൾ നമുക്ക് 2 സ്പോക്ക് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ കാണാം. ഡോർ സൈഡിലോട്ട് വരുമ്പോൾ 2 കളറിൽ വ്യത്യസ്തമായ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ന്യൂ ഡിസൈൻ എലമെന്റോട് കൂടി ഒരു AC വെന്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിനുള്ളിൽ ഒരു ഫ്ലോട്ടിംഗ് സെന്റർ കൺസോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വാഹനത്തിന് ഒരു ലക്ഷറിയസ് ലുക്ക് തന്നെയാണ് നൽകുന്നത്. 10-വേ അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക്കൽ സീറ്റ് മാത്രമല്ല, വെന്റിലേറ്റഡ് സീറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡുവൽ ടോണോട് കൂടിയുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓട്ടോ IRVM, പിന്നെ ഇതിൽ അഡ്ജസ്റ്റബിൾ റിയർ സീറ്റ്സും കൊടുത്തിട്ടുണ്ട്. അഡാസ് സെൻസേഴ്സ് ഈ ഒരു സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. ചാർജിംഗ് സോക്കറ്റ് ഈ ഒരു വശത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ വിറ്റാരയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ എന്നെ ഒന്ന് ഫോളോ ചെയ്ത് ജസ്റ്റ് കമന്റ് ബോക്സിൽ വിറ്റാര എന്നൊരു കമന്റ് ഇട്ടാൽ മതി. ബാക്കി ഞാൻ DM ചെയ്തു തരുന്നതായിരിക്കും.